പിന്നെ ഇല്ലേ കടയിൽ ഞാൻ ഒരു മറ്റേ ക്രീം ബണ്ണമില്ല, ക്രീം ബണ്ണെങ്കിൽ ഞാൻ ഇതാണെങ്കിൽ എൻ്റെ കൂടെ അറിയാമല്ലോ. അപ്പം ഞാൻ പൈസ ഇല്ലെങ്കിൽ അതിന് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. പക്ഷേ ഇന്ന് വാങ്ങിച്ചു കൊടുക്കും, അതുകൊണ്ട് മൂന്നിരിക്കുന്നത്. പിന്നെ അത് ഇത് ചോദിച്ചു, ഒരു ക്രീം ബണ്ണേ നമ്മൾ ഇതിന് മുമ്പേ നമ്മൾ ക്രീം ബണ്ണ് എനിക്ക് തോന്നുന്നു ഒരു 15 അല്ലേ 14 ഒരു 20-നകത്തേ വരുള്ളൂ. ഇപ്പം ഒരു ക്രീം ബണ്ണിന് 24 രൂപയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കണമുണ്ട്, ഗ്യാസൊന്നും ഇല്ലെന്ന്. അപ്പം അതുകൊണ്ട് അപ്പം എങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് നഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് നമുക്ക് എന്താ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാമോ, എന്താ സത്യം അല്ലാതെ എൻ്റെ വേറെ നല്ല നഷ്ടമൊന്നും സത്യം. ഇപ്പം എന്തൊരു ചെയ്യും, അയ്യോ എന്നാ ചെയ്യും. അതാ കടക്കാർക്ക് പിന്നെ ഇതൊരു തക്കമെന്നും പറഞ്ഞുകൊണ്ട് ഗ്യാസിൻ്റെ വേറെ ജോലിയില്ലേ. നിങ്ങൾ എന്നെ പോലെയൊക്കെ നമ്മൾ ഇതൊക്കെ തരണം ചെയ്യാൻ പഠിക്കണം, മനസ്സിലായില്ലേ. നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു പഴം വാങ്ങിച്ചാലേ നമുക്ക് അല്ലാതെയും കഴിക്കാം. 2 സ്നാക്സ് ഉണ്ടാക്കി ഞാൻ കാണിച്ചത് എനിക്കറിയാം, അത്യാവശ്യമൊക്കെ എനിക്കറിയാം, മനസ്സിലായില്ലേ. അപ്പം ഞാനത് ഇതൊക്കെ താനേ പഠിച്ച, എനിക്കിവിടെ ആരും പറഞ്ഞു തരുന്നില്ല. ഞാനതെല്ലാം താനേ ഉണ്ടാക്കി പഠിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ പറയില്ല, ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പഴുക്കാത്തത് നോക്കിയാലേ നമുക്കതെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഞാൻ തോന്നിക്കട്ടെ. എനിക്ക് ലോങ് ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊന്നും അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ബാക്കി ഇത് കഴിഞ്ഞിട്ട് പാൽ വാങ്ങി ചായ ഇട്ട് വെച്ചിരിക്കുന്നു. ഇപ്പം സ്നാക്സ് ഇല്ല, ഞങ്ങൾക്ക് ഭയങ്കര വില. അയ്യോ മുമ്പ് നമുക്കൊന്നും വാങ്ങിക്കാപ്പം 2 വാങ്ങിക്കാമെന്ന് ഇപ്പോൾ 1. അല്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് അവർക്ക് ചില ആൾക്കാർ അതൊരു തക്കമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ കൂടി. അപ്പം നമ്മൾ ഇത്ര 4 എടുത്തു വെച്ചിട്ടുണ്ട്, അത് പഴുത്തത്. നമ്മൾ പഴുക്കാത്തതൊക്കെ എടുക്കാം, ചിപ്സ് ഉണ്ടാക്കാൻ പോകും. അപ്പം ചിപ്സിന് അരിയട്ടെ. നമുക്ക് നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മളെ പോലുള്ളവർ കാണും, മനസ്സിലായില്ലേ. നമ്മളെ പോലെ എന്നെ പോലുള്ളവരൊക്കെ കാണും. അപ്പം നമ്മളെക്കാട്ടി ഈ പറഞ്ഞ പോലെ നെഞ്ചടിക്കുന്ന പണക്കാരാണ് കേട്ടോ, മനസ്സിലായില്ലേ. അവരാണെങ്കിൽ പിശുക്കരാണ്, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് പൈസ ഉണ്ട്, നമുക്കില്ല. അപ്പം നമ്മളെന്തോ ചെയ്യണം, നമ്മളെന്തിനാ അത് ചെയ്യണം, നമ്മളിതുപോലെ ചെയ്യണം. ഉണ്ടോ. അപ്പം ഞാൻ തീരുമാനിച്ചു ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ച് ചെറുതായിട്ട് ഞാൻ പാചകക്കാരിയൊന്നുമല്ല, സ്നാക്സ് ഉണ്ടാക്കി വയ്ക്കാം. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു ചായ കൂടെ കുടിക്കുന്നു, സ്നാക്സ് ഉണ്ടാക്കി ചായയും കൂടെ കുടിക്കുന്ന കാണിച്ചു. പക്ഷെ ഞാൻ എപ്പോഴും അറിയാമല്ലോ ഞാനങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളതുപോലെ ചെയ്യണം. നമ്മളിതിനെക്കാട്ടി ഇരുന്നിട്ട് നമ്മൾ ഇതായിട്ട് നിന്നു ഇല്ലേ. അയ്യോ അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയും, ബാക്കിയുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. കൊറോണ സമയത്ത് നമ്മൾ തരണം ചെയ്തു, ഇനി നേരത്തെ കാട്ടി നല്ല അടിപൊളിയായിട്ട് പോയി. അതെന്തുകൊണ്ട് നമ്മളതെല്ലാം തരണം ചെയ്യാൻ അതായതുകൊണ്ട് എനിക്കെല്ലാം പുഷ്പം പോലെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആയുർവേദം 1 ഇഞ്ച് പോലും നടക്കാൻ വയ്യാതെ ഞാൻ കിടന്നു. അപ്പം ഞാനെന്തുകൊണ്ട് പയ്യെ പിടിച്ചു
എല്ലിനാണെങ്കിൽ ഈ മുളവില്ലേ, മുളക് അരച്ച് തേച്ചതുപോലെ എല്ലിൽ. ഓഹ്, എന്നിട്ട് ഞാനിതിൽ നടക്കണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. സർവ്വദൈവങ്ങളെ വിളിച്ചുകൊണ്ട് അതാണ് ഞാൻ വേട്ടത്തിരിക്കുക കളിക്കാത്തതിൻ്റെ. എനിക്കെല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് വിളിച്ചിട്ട് അന്നൊക്കെ ഞാൻ ഒക്കെ ഇതാണ് പള്ളിയിൽ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന ഞാനാണ്. അപ്പം ഞാനെന്ത് ഓരോന്നിട്ട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, ജീസസ് പറഞ്ഞുകൊണ്ട് ഓരോ എന്താ പറയുക, ഓരോ ചോടും പയ്യെ 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 വയ്ക്കാൻ തുടങ്ങി. എല്ലാണെങ്കിലും അതൊരു കഥയല്ല. അപ്പം അതുകൊണ്ട് ഞാനിനി ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, അരിഞ്ഞുണ്ടോ, കണ്ടോ, അരിഞ്ഞ് നമ്മളതിന് ഉണ്ടാക്കാം. ബായ്. ഇനി അടുത്തത് കഴിയിട്ട്